ഗായ്സ്, അപ്പൊ ഞാൻ ഞങ്ങളെ പറമ്പിലാണ്. പൂന്തിരുത്തി പറഞ്ഞൊരു പറമ്പുണ്ട് ഞങ്ങൾക്ക്. അപ്പൊ അതിലാണ്. അപ്പൊ എനിക്ക് ഇതൊക്കെ കിട്ടിയിരിക്കണം കേട്ടോ. ഞാനിങ്ങനെ അടിയിൽ ഇവർ മോട്ടർ അയച്ചേക്കാൻ വന്നതാണ്. മഴയല്ലേ, വെള്ളം കയറും. അതാട്ടോ അവിടെ എണ്ണ സംഭവിച്ചത്. അപ്പൊ എനിക്ക് ഇങ്ങനത്തൊക്കെ പെറുക്കാൻ കിട്ടി. അപ്പൊ ഞാനും മമ്മി ഇങ്ങനെ നടക്കുകയാണ്. ഇവര് പണിയെടുക്കുവാണ് കേട്ടോ. ഞാൻ വെറുതെ റിങ്കോട്ടിട്ടാണ്. ഇത് തെങ്ങിൻ്റെയും കവുങ്ങിൻ്റെയും കൃഷിയാണ്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഫുള്ള് തെങ്ങും കവുങ്ങുമാണ് ഉള്ളത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ മരങ്ങൾ വരച്ചിട്ടുണ്ട് വെച്ചിട്ടേ ഉള്ളൂ. ഞങ്ങളെ കൃഷിയാണ് ഈ തെങ്ങും കവുങ്ങും. ഞങ്ങൾക്കും ഉണ്ട്, ഞങ്ങളെ മൂത്താപ്പാക്കും ഉണ്ട്. 2 കൂട്ടർക്കും ഇവിടെ പറമ്പുണ്ട്. കുളമാണ് കേട്ടോ ഗായ്സ്. ഇത് കുളമാണ്. ഇതിൽ കുറേ മീൻ ഉണ്ടാവും. ഇതിന് മീൻ പിടിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഗായ്സ്, അതാണ് കേട്ടോ പണിക്കാർക്കുള്ള വർക്കിംഗ് വീട്. ഞങ്ങൾ അവിടെ പോയി വന്ന് അതിൽ കൂടെ ഇങ്ങനെ വന്ന് കണ്ട് ആ കുളത്തിൻ്റെ അടുത്ത് ഞാൻ വന്നിട്ടോ. അങ്ങനെ വന്ന് ഇനി ഇതിൻ്റെ മേലെ കൂടെ അങ്ങനെ കയറി പോവും. അപ്പൊ ഗായ്സ്, ഞങ്ങൾ ആ വീടിൻ്റെ വഴി ഇതാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ വന്നാണ്. വീട്ടിൽ നിന്ന് കൈയൊക്കെ കഴുകാൻ വന്നതാണ് കേട്ടോ. നല്ല സുഖമാണ് കൂടെ നടക്കാൻ. ഫുള്ള് കവുങ്ങും തെങ്ങുമാണ് അവിടെ ഉള്ളത്. ശ്വസിക്കാൻ നല്ല ശുദ്ധമായി കിട്ടുന്ന സ്ഥലം കേട്ടോ. അത് ഒരു വണ്ടി വരില്ല അങ്ങോട്ട്. ഒരു ബൈക്കിന് പോലും വരാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ എളുപ്പത്തിൽ വെള്ളം കയറിക്കുന്നു ഇവിടെ. അല്ലെങ്കിൽ ശരിക്കും നടക്കട്ടോ. ഇവിടെ ഒന്നുമല്ല ഞങ്ങൾ പോണപ്പോൾ ഞാൻ കാണിച്ചിറങ്ങിട്ട്. ഞങ്ങൾ തോണിയിലാണ് വന്നത്. ഇവിടേക്ക് മാത്രം വെള്ളം കയറാം. ആക്ക് എടുക്കണത് ഇവിടെ വളട്ടാണ് കേട്ടോ. തെങ്ങിനും കവുങ്ങിനൊക്കെ വളട്ടാണ്. നടന്നു പോകുമ്പോൾ അതായത് നല്ല റിലാക്സ് ആവാൻ പറ്റുന്ന ഇതാണ് കേട്ടോ ഇവിടെ, സ്ഥലമാണ് കേട്ടോ ഇവിടെ. പിന്നെ ഒരു ദിവസം ടെൻ്റ് അടിച്ച് നിൽക്കാനൊക്കെ ഇവിടെ പറ്റും. അത്രക്കും നല്ല ഇതാണ് ഇവിടെ. ക്ലൈമറ്റാണ് നല്ല ശുദ്ധവായുവാണ്. ഇതിന് ടാങ്ക് കണ്ടോ പറയുന്നത്. പക്ഷെ ഞാൻ കുളന്നാ പറയല്. സ്റ്റെപ്പ് ഉണ്ട്. ഞാൻ കയറി ബ്യൂട്ടിഫുൾ സ്ഥലം കേട്ടോ ഇവിടെ. ഇത് കുപ്പിച്ചില് വെച്ച് കേട്ടാ കോണിമ്മ ആരും കയറണ്ട വെച്ചിട്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കച്ചറായി കിടക്കുക. ഞാൻ കയറിയിട്ടില്ല. കുപ്പിച്ചില് കഴിയുമ്പോൾ മണ്ണൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ അവിടെ പാമ്പുണ്ട്, മയിലുണ്ട്. പറ്റാൻ ഞാൻ മയിലിനാണ്. ഇത് അടുത്ത പറമ്പത്തെ ആൾക്കാരുണ്ടാക്കിയതാണ്. ഇവിടെ ഒരു സ്വിമ്മിംഗ് ഉമ്മമാൻ്റെ ഉമ്മയൊക്കെ ജനിക്കുന്നതിൻ്റെ മുമ്പുള്ള വീടാണ് കേട്ടോ. അത് ഭയങ്കര പഴകിയ വീടാണ്. പുതിയതാക്കിയിട്ടാണ്. ആ വീടിൻ്റെ കൂടെ വരുന്ന ഒരു സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. ഭയങ്കര വലിയ സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ അത്. ഗായ്സ്, ഞാൻ ഈ വീടിൻ്റെ ഉള്ളിൽ കയറി ചെരുപ്പ് കോരിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതാണ് ഈ വീട്. ഇവിടെ പൂട്ടിയിട്ടുണ്ട് കേട്ടോ. പഴയ കാലത്ത് ഉണ്ടാക്കിയ വീടാണ്. ഇത് റീവർക്ക് ചെയ്തുണ്ടാക്കിയതാണ്ടോ. ആ ഓടൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവും. ഫുള്ള് ചളിയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഓടുമ്പലൊക്കെ. പിന്നെ റീവർക്ക് ചെയ്തതാണ്. അപ്പോൾ ഇത് ചളിയിലും മണ്ണിലൊക്കെ ചവിട്ടി പോകണം കേട്ടോ ഗൈസ്. ഞാനിന്ന് തോണി കൂടെ പോകും. വെള്ളത്തിൽ കൂടെ പോകണട്ടാ. തോണിയിലാണ് വന്നിക്കണേ. ഇവിടുത്തെ മോട്ടർ അയച്ചേക്കാനായിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പോണി വീട് കാണാനായിട്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ വന്നതിന് കുറച്ച് കാലം മുമ്പേ. അപ്പോൾ ഇത് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ അവിടെ നിന്നൊരു ഫോട്ടോ എടുത്തിരുന്നു കേട്ടോ. അന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട ഇങ്ങനത്തെ ഒരു വീടാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പറ്റണമെങ്കിൽ എന്തായാലും ഇങ്ങനത്തെ ഒരു വീട് ഉണ്ടാക്കും. വലിയ പ്രത്യേകത പറയുമ്പോൾ ഇവിടെ ഭയങ്കര ശുദ്ധവായുവാണ് കേട്ടോ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ. ഞങ്ങൾ തോണി കയറാൻ പോകണ്ട. എല്ലാവരും കയറി. ഞാൻ കയറാണ് തോണി കയറി. തോണി കയറിയിട്ടുണ്ട്. ആദ്യത്തെ യാത്ര തോണിയില് ഞങ്ങള് കാറത ഔട്ടിന്ന് ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് ക്രോസ് ചെയ്ത് വന്നു. ഞങ്ങൾ ഔട്ടിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് വന്നേ. ഞങ്ങളെ കാറിൽ ഇനി ഞങ്ങള് പോവുകയുണ്ട്. അപ്പ ഞങ്ങൾ വീട്ടിൽ പോകും. എൻ്റെ ഫസ്റ്റത്തെ യാത്രയാണ് തോന്നിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളോ? ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.